നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഒരു കേസാണ്. നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ് പരീക്ഷ വരാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് 3 ഫേസുകളായിട്ടാണ്. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് എന്നിങ്ങനെ 3 ഫേസുകളായിട്ടാണ് ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷകൾ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ അപേക്ഷകരുടെ എണ്ണത്തിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറിയിൽ നിലവിൽ വന്നിട്ടുള്ളത് ഏകദേശം 4,78,878 അപേക്ഷകളാണ്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ അപേക്ഷകൾ വന്നിട്ടുള്ളത് 2,18,502 പേരാണ്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ആംഡിനകത്ത് വന്നിട്ടുള്ളത് 1,11,428 പേരാണ്. അതുപോലെ തന്നെ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജറിനകത്ത് വന്നിട്ടുള്ളത് നിലവിൽ ഏകദേശം 1,75,399 പേരാണ്. അങ്ങനെ ആകെ മൊത്തത്തില് നമ്മുടെ ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസിന്റെ അപേക്ഷകൾ എഴുതാനായിട്ട് പോകുന്നത് ഏകദേശം 5.5 ലക്ഷം പേരാണ്. 5.22 ലക്ഷം പേരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷകൾ എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തന്നെ ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്ക് 5 ലക്ഷത്തിന് കൂടുതൽ വരും. പക്ഷെ ഈ പറയുന്ന 5.22 വരുന്നതെന്ന് പറഞ്ഞാല് ഇൻഡിവിജ്വൽ ആണ് കേട്ടോ. എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഇപ്പോ LSD അയച്ചിട്ടുണ്ട്, SIയുടെ സിവിൽ പോലീസ് അയച്ചിട്ടുണ്ട്, SIയുടെ ആംഡ് പോലീസ് അയച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം അതിനകത്ത് കുറവ് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ആകെ മൊത്തത്തിൽ ടോട്ടൽ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് ഏകദേശം 5.22 ലക്ഷം ആൾക്കാരാണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ആദ്യത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഏപ്രിൽ 13-നും അതുപോലെ തന്നെ സെക്കൻഡ് ഫേസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഏപ്രിൽ 27-നും അതുപോലെ തന്നെ തേർഡ് ഫേസ് പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് മെയ് മാസത്തിലാണ്. ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നിലവിൽ നമ്മുടെ ചാനലിൽ എടുത്തു വരുന്ന ക്ലാസ്സുകളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിലവിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന CPO WCPO കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 500 രൂപയാണ് പേയ്മെന്റ് ആയിട്ടുള്ളത്. ഈ പറയുന്ന 500 രൂപ നിങ്ങൾ അയക്കേണ്ട നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. 99 ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയും. 996116192927 എന്ന് പറഞ്ഞ ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിലവിലിപ്പോ നമ്മുടെ LDC LGSന്റെ ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അതിലേക്ക് 200 രൂപയാണ് പേയ്മെന്റ് ആയിട്ട് വരുന്നത്. ഈ പറയുന്ന 200 രൂപ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക്, സെയിം നമ്പറാണ് 9961161927 ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക, ഇതേ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് കൂടി അയച്ചു തന്നാൽ നിങ്ങൾ ഇതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ വിമൻ എക്സൈസിന്റെ ക്ലാസ്സുകൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ എക്സൈസിന്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 100 രൂപയാണ് പേയ്മെന്റ് ആയിട്ടുള്ളത്. അതിലേക്ക് ഈ പറയുന്ന സെയിം നമ്പറാണ്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ കോഴ്സുകൾ നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 799 രൂപയാണ് സബ് ഇൻസ്പെക്ടറിന്റേത്. അതിനകത്ത് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കും സൈക്കോളജിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റുകളുടെ കേസിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ കേരള PSCയിൽ പറഞ്ഞിട്ടുള്ള അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് കേട്ടോ, പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമുക്ക് ഇപ്പോൾ നിലവില് ഒരു പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിലുണ്ട്. ഈ പറയുന്ന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡാണ് നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡ് LGS കമ്പനി ബോർഡ് എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, ഈ പറയുന്ന കമ്പനി ബോർഡ് എക്സാംസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ പറയുന്ന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. അപ്പോൾ നമ്മുടെ കേരള PSCയെക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് അവര് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ന്യൂസ് വായിക്കുമ്പോൾ അറിയാനായിട്ട് കഴിയുന്നത്. പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് നടപടികൾ ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷകൾ പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ട് നടത്താനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ ഈ പരീക്ഷകൾ മാത്രമല്ല അവർ ഓൺലൈനായിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്, ഇതിന്റെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷിംഗ് ആണെങ്കിൽ കൂടെയും എല്ലാം തന്നെ വളരെ സ്പീഡായിട്ട് നടത്താനാണ് നമ്മുടെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ പരീക്ഷകൾ പൂർണ്ണമായിട്ടും ഓൺലൈനിൽ, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ 4 മാസത്തിനകം റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിലാണ് അവർ പരീക്ഷകൾ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ കേരള PSC തീർച്ചയായിട്ടും ഇതൊരു മോഡലാക്കി എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത്.
അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡിന്റെ സെക്യൂരിറ്റി ഗാർഡിന്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ CPO അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ, പോലീസ് ഡ്രൈവർ, സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ മാറ്റമില്ല കേട്ടോ. എന്ന് പറയുമ്പോൾ CPO അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ പോലീസ് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ മാറ്റമില്ല. നിലവിൽ നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരുന്ന IPC, CRPC എന്നിവയിലും ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നിന്നൊക്കെ തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ കേരള PSC തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഒരുപാട് പേർക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലുള്ള നമ്മുടെ CPO കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന CPOയുടെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത് CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ അതുപോലെ തന്നെ മോഡൽ എക്സാം, മോക്ക് ടെസ്റ്റുകൾ, കാര്യങ്ങളൊക്കെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പർ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഇത് കോൾ ചെയ്യരുത്, കോൾ എനേബിൾ ആയിട്ടുള്ള നമ്പർ അല്ല. 9961116927. ഓക്കെ. അപ്പോൾ അടുത്ത വാർത്ത എന്ന് പറയുന്ന പോലീസ് ഡ്രൈവറിന്റെ തസ്തികയിലേക്ക് 190 പേർക്ക് കൂടി നിയമനത്തിനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 22 തസ്തികയിലേക്ക് PSCയുടെ വിജ്ഞാപനം ഉടനെ ഉണ്ടാവും എന്ന് തന്നെ പറയുന്നുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസറിന്റെ നിയമനം 55 പേർക്ക് പോയിട്ടുണ്ട്. ഓവർസിയർ ഡ്രാഫ്റ്റ്മാന്റെ നിയമനം 613 പേർക്ക് പോയിട്ടുണ്ട്. പക്ഷെ നിലവിൽ നമ്മുടെ LGSന്റെ നിയമനത്തിന്റെ കാര്യം വളരെ ശോകമാണ്. ഇപ്പൊ കാര്യം LGSന്റെ റാങ്ക് ലിസ്റ്റ് പകുതിക്കാലം പിന്നിട്ടിട്ടും നമ്മുടെ LGSന്റെ നിയമനവും 4-1 നടക്കുന്നത്. 16,000 പേരുടെ റാങ്ക് ലിസ്റ്റിന്റെ നിയമന ശുപാർശയിൽ പോയിട്ടുള്ളത് 4,300 പേർക്കാണ്. അപ്പൊ ഈ പറയുന്ന കണക്കിന് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെ? 4-1 പേർക്ക് മാത്രമാണ് നിയമനം പോയിട്ടുള്ളത്. ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. കാര്യം ഒരു റാങ്ക് ലിസ്റ്റിനകത്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഖാദി ബോർഡ് LDCയുടെ 5ാം ഘട്ടത്തിലെ 3 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 81 കാറ്റഗറികളിലായിട്ട് മെയ്യിൽ 32 PSC പരീക്ഷകൾ നടത്താനായിട്ട് പോകുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ കായികക്ഷമതാ പരീക്ഷ 28-ാം തീയതി നടക്കുന്നുണ്ട്. മുൻസിഫ് മജിസ്ട്രേറ്റ് വിമുക്ത ഭടന്മാർക്കുള്ള പ്രായപരിധിയിൽ ഇളവുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തിരുവനന്തപുരത്തിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഏപ്രിൽ 6 നടത്താനിരുന്ന പരീക്ഷകൾ റദ്ദാക്കി എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂസിന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നു. PSCയുടെ അഡ്വൈസ് അപ്ഡേറ്റുകളായിട്ട് LDC കണ്ണൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, LGS കണ്ണൂരിന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിലവിലത്തെ PSC ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ട് സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് ഉൾപ്പെടെ 4 തസ്തികയിലേക്കാണ് സാധ്യത ലിസ്റ്റ് വരാനായിട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഷോർട്ട് ലിസ്റ്റുകൾ വരാനായിട്ട് പോകുന്ന നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നത് ആരോഗ്യ വകുപ്പിലേക്കുള്ളതും അതുപോലെ തന്നെ പ്ലംബർ കം ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നതോടെ എന്ത് ചെയ്യുന്നുണ്ട് കേരള PSC പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ കേരള PSCയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകൾ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം എത്രയും വേഗം ജോയിൻ ചെയ്യുന്നു അത്രയും വേഗം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഇന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്കിന് നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏത് കോഴ്സ് ആയാലും, ഇപ്പോൾ നമ്മുടെ CPO ആണെങ്കിലും WCPO ആണെങ്കിലും നമ്മുടെ LDC LGS ആണെങ്കിലും ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പർ തന്നെയാണ്. ഇതിലേക്ക് വിളിച്ചാൽ കിട്ടത്തില്ല, കോൾ എനേബിൾഡ് നമ്പർ അല്ല. ഇത് നമ്മുടെ പേയ്മെന്റിനും അതുപോലെ തന്നെ വാട്സ്ആപ്പ് നമ്പറുമാണ്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്ത ശേഷം വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും. അപ്പോൾ എന്തായാലും ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ട് കോഴ്സിന്റെ പേര് കൂടി അയച്ചിരുന്നാൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.